ഗെയ്സ് ഇന്ന് ചെറുപ്പശ്ശേരി പുത്തനൽക്കാവില് ആനയൂട്ടാണ് കേട്ടോ. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പോവുകയാണ്. ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും പോയി വെക്കാം. ആനയോട്ട് പോയിട്ട് ആനനെ പോലും എനിക്ക് കാണാൻ പറ്റില്ല എന്നാണ് കേസ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോ ഞാൻ ഞെട്ടി കേസ്. എന്താ തിരക്ക്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ തിരക്കിന്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ ഇവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ ആനയോട്ട് കാണാൻ വേണ്ടിട്ട് കേട്ടോ. പക്ഷേ അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവർക്ക് കഴിച്ച് മതിയായി തോന്നുന്നു. പിന്നെ കൊടുക്കുമ്പോഴൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. 9 മണിക്ക് തുടങ്ങിയതാ തോന്നുന്നു കേട്ടോ. ഇപ്പൊ ഏകദേശം 11 മണി ആയിട്ടുണ്ട്. 2 മണിക്കൂറായിട്ട് കഴിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. എന്നിട്ടും ആളുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവര് കഴിക്കുന്നുണ്ടായിരുന്നില്ല. വാങ്ങിച്ചിട്ട് അത് അവിടെ തന്നെ വെക്കായിരുന്നേ. ചെറിയൊരു മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ വേഗം പോയിട്ട് അമ്പലത്തിൽ തൊഴുകട്ടെ ഗേസ്. അമ്പലത്തിൽ കയറി തൊഴുകാനും വലിയൊരു വരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ വരിയുടെ ബാക്കിൽ പോയി നിന്നിട്ടുണ്ട്. എന്റെ തൊട്ടടുത്ത് കൂടെ പോണ വരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുതതും മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തു. കുറച്ചു നേരം അമ്പലത്തിന്റെ ഉള്ളിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേരം അങ്ങനെ നിന്നപ്പോ എന്തൊരു സമാധാനം കിട്ടിയെന്നറിയോ. കുറെ നേരം അവിടെ അങ്ങനെ നിന്നു. അപ്പൊ മഴയൊക്കെ പോയി. ഇനി എന്തായാലും നേരെ വീട്ടിൽ പോട്ടെ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ ഞാൻ ആനകളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ അതേപോലെ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ മഴയത്ത് ഇറങ്ങി വന്ന് കോട്ടൊക്കെ ഇട്ട് നോക്കുമ്പോ അതാ അവര് പോവുകയാണ് കേട്ടോ ഗേസ്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ. ബാക്കി വിശേഷം നാളെ.